ഇല്ല, അതെല്ലാം ഞങ്ങൾ ഓപ്പൺ ചർച്ചകൾ നടത്താനാണ് തീരുമാനിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ച് UDFന്റെ ഒരു നയം ഉണ്ടല്ലോ. ഇപ്പൊ ജനങ്ങളുടെ മുമ്പിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഒരു നയം ഓൾറെഡി നിലവിലുണ്ട്. അപ്പൊ അത് UDFും പാർട്ടിയും അത് സംബന്ധിച്ച ഗൈഡ് ലൈൻസ് നിർദ്ദേശം എന്തായാലും വകുപ്പിന് കൈമാറും. അപ്പൊ അതിൽ നിന്നുകൊണ്ട് മാത്രമല്ലേ വകുപ്പിന് പെരുമാറാൻ പറ്റും. ഒരു ജനാധിപത്യപരമായ അധികാരത്തിൽ വന്നിരിക്കുന്ന ഒരു ഗവൺമെന്റ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മുൻ പ്രഖ്യാപനങ്ങളുടെ ഒരു കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇവിടുത്തെ സാമൂഹ്യ സുരക്ഷ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു നയമായിരിക്കും ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞു അതെല്ലാം തന്നെ മദ്യനയത്തിന് ശേഷം ഞങ്ങളൊരു പൊതുനയമാണ് അതിൽ തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ ആ വിഷയത്തിൽ കൂട്ടായ ചർച്ചകളിലൂടെ തീരുമാനമെടുക്കും. ജില്ലാ സഹകരണ ബാങ്ക് ലയിക്കപ്പെട്ടത് ശരിയായിരുന്നില്ല എന്നൊരു അഭിപ്രായമാണ് UDFിനുണ്ടായിരുന്നത്. ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അങ്ങനെ തന്നെയാണല്ലോ. അപ്പം മലപ്പുറത്തിന്റെ കേസ് നിലവിലുണ്ട്. അത് കൃത്യമായ നിലപാട് ആ വിഷയത്തിൽ സർക്കാരിനുണ്ടാവും. അല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, അത് നിയമപരമായി ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ്. തീർച്ചയായിട്ടും സ്വീകരിക്കും. അതായത് ഈ അമാൽഗമേഷൻ യഥാർത്ഥത്തിൽ ശരിയായിരുന്നില്ല എന്ന അഭിപ്രായമാണ്. കാരണം കേരളത്തിലെ 3 ടയർ സിസ്റ്റം എന്നത് സഹകരണ മേഖലയ്ക്ക് വളരെ പ്രയോജനപ്രദമായ ഒന്നായിരുന്നു. ജില്ലാ സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്നതുകൊണ്ടാണ് പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ അവർക്ക് വളരെ സഹായകരമായിരുന്നു. ആ സെക്കൻഡ് ടയർ എടുത്തു കളഞ്ഞത് ഒരർത്ഥത്തിൽ സഹകരണ മേഖലയ്ക്ക് വലിയ ദോഷമാണ് ഉണ്ടാക്കിയത്. അല്ല, അതൊരു പക്ഷെ ഒരു തീരുമാനമെടുത്തൊരു സിസ്റ്റം നിലവിലുണ്ട്. അപ്പോൾ ഒരു ഇത്തരത്തിലൊരു അമാൽഗമേഷന് ശേഷം ഒരു തീരുമാനം ഉണ്ടായി കഴിയുമ്പോൾ ഇനി പഴയതിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ വളരെ ലാഘവബുദ്ധിയോടെ നാളെ തിരിച്ചു വരിക എന്നുള്ളതല്ല. അവിടെ RBIയുടെ നിലപാടുകളുണ്ട്, RBI ലൈസൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ ലൈസൻസുകളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട മൂലധനത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം സർക്കാർ ഗൌരവകരമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹകരണ മേഖലയെ സംബന്ധിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഒഴിവാക്കുന്നതിനെതിരായിട്ട് സഹകരണ സംഘങ്ങൾക്ക് നിലപാടുകളുണ്ട്. അതൊരു ധനകാര്യ വകുപ്പിന്റെ തീരുമാനമായിരുന്നു, ഒരു ഫിനാൻഷ്യൽ ഡിസിഷനായിരുന്നു അത്. കാരണം വിതരണം അവരുടെ ധനകാര്യ വകുപ്പാണല്ലോ അതിലെ പ്രധാന പങ്ക് വഹിക്കുന്നത്. സഹകരണ മേഖലയെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു സംഘത്തിന് വിതരണം നടത്തുമ്പോൾ ഒരു വീട്ടിൽ കൊടുക്കുമ്പോൾ 25 രൂപ സംഘങ്ങൾക്ക് ലഭിക്കും, 5 രൂപ ഒരു വിതരണക്കാരന് ലഭിക്കും. പിന്നെ സഹകരണ കൺസോർഷ്യം വഴി ഏകദേശം 40,000-ഓളം കോടി രൂപ അടുത്ത് സംഘങ്ങൾ സഹകരണ കൺസോർഷ്യം വഴി സഹകരണ പെൻഷനായി കൊടുത്തിട്ടുണ്ട്. സഹകരണ മേഖലയിൽ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഈ ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ. അതോടൊപ്പം തന്നെ സഹകരണത്തിലെ മേഖലയിൽ നിൽക്കുന്ന സംഘങ്ങൾക്കും ജീവനക്കാർക്കും ഇത് പ്രയോജനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇതിന്റെ സാമ്പത്തികമായ പല വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൊണ്ടു കൊടുക്കുമ്പോൾ പല സ്ഥലങ്ങളിലും മരണമടഞ്ഞവരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും കൃത്യമായി കൊടുക്കുന്നില്ല. അപ്പൊ എന്തു സംഭവിക്കുന്നു? അല്ലാതെ ആളുകൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള അവസ്ഥയുണ്ടാകുന്നു. അധികം വരുന്ന തുക കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുന്നില്ല എന്നുള്ള ആക്ഷേപം, കൂടാതെ സാമ്പത്തിക ബാധ്യത വർദ്ധിക്കുന്നുള്ള ആക്ഷേപമൊക്കെ തന്നെ ധനകാര്യ വകുപ്പിനുണ്ടായിരുന്നു. ധനകാര്യ വകുപ്പ് അതുകൊണ്ട് തന്നെ ധനകാര്യ വകുപ്പ് എടുത്തൊരു ഫിനാൻഷ്യൽ ഡിസിഷനാണ് ഇപ്പം നിലവിലുള്ളത്. സഹകരണ മേഖലയെ സംബന്ധിക്കുന്ന സഹകരണ മേഖലയ്ക്ക് ഇതെന്താണ് പ്രത്യാഘാതം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് തന്നെ ഞങ്ങളത് പഠിക്കുന്നുണ്ട്. സഹകരണ വകുപ്പ് ആ കാര്യത്തിൽ ഉള്ള ചില ആശങ്കകൾ പറഞ്ഞിട്ടുമുണ്ട്. അല്ലാതെ ഇപ്പൊ രണ്ട് തരത്തിലുണ്ടല്ലോ. അതായത് ഇതിന്റെ ക്രമക്കേടുകൾ, വലിയ തോതിലുള്ള ക്രമക്കേടുകളും അതിന്റെ സാമ്പത്തിക ബാധ്യതയും. ഒരു ഗവൺമെന്റ് ആണല്ലോ ഇത് വിതരണം നടത്തുന്നത്. കാരണം സഹകരണ മേഖലയിൽ നിന്ന് കൺസോർഷ്യത്തിന് വഴി പണം നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ അതിന് വലിയ തോതിലുള്ള പലിശ സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കൺസോർഷ്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പണം ജനങ്ങളിൽ വിതരണം ചെയ്യാൻ വേണ്ടി പോകുന്നവർക്കൊരു വരുമാന മാർഗമാണ്, സംഘങ്ങൾക്കൊരു വരുമാന മാർഗമാണ്. പക്ഷെ അത് സംസ്ഥാനത്തിന്റെ പൊതു സാമ്പത്തിക സ്ഥിതിയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നോക്കാനുള്ള ഉത്തരവാദിത്വം ധനകാര്യ വകുപ്പിനാണല്ലോ. അതുകൊണ്ടാണ് ധനകാര്യ വകുപ്പ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. പക്ഷെ സഹകരണ വകുപ്പിന് അതനുസരിച്ച് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടാവണം. പക്ഷെ ഇപ്പം വന്നത് തീർച്ചയായിട്ടും ധനകാര്യ വകുപ്പിന്റെ ഒരു തീരുമാനമാണ്. അറിയാതെ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട. ഇനിയിപ്പോ ഞാൻ ഈ പത്സമ്മേളനം കഴിയുമ്പോൾ സഹകരണ വകുപ്പ് അറിയാതെ എന്നുള്ളതല്ല. സഹകരണ വകുപ്പിന് ആ കാര്യത്തിൽ ആശങ്കകളുണ്ട്. ആശങ്കകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് ശരിയാണെന്ന് എനിക്ക് യാതൊരു അഭിപ്രായമില്ല. ഇതിനെ വിതരണം നടത്തിയത് സമ്പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ടാണ്.
450 സഹകരണ സംഘങ്ങൾ മുഖാന്തരമാണ് സംസ്ഥാനത്ത് ഈ വിതരണം നടന്നത്. ഈ 1450 സംഘങ്ങളെ തെരഞ്ഞെടുത്തതിന്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് വലിയ ആക്ഷേപങ്ങളുണ്ട്. ഏകപക്ഷീയമായ രാഷ്ട്രീയമായിട്ടാണ് സംഘങ്ങൾക്ക് കൊടുത്തതെന്നുള്ള വലിയ ആക്ഷേപം ഈ ഗവൺമെന്റ് വന്നപ്പോൾ തന്നെ ജനങ്ങൾ അവർ തന്നിട്ടുണ്ട്. കൊടുത്തത് വിതരണം വലിയ തോതിൽ ക്രമക്കേടുകൾ നടന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. വലിയ തോതിലും നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്ത് വലിയ തട്ടിപ്പ് നടന്നു എന്നുള്ളതാണ് ധനകാര്യ വകുപ്പിനെ സംബന്ധിച്ച വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഇത്തരം ഒരു തീരുമാനം വന്നത്. പക്ഷെ ഇതൊരു ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ലല്ലോ. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ് പഴയ കാര്യങ്ങൾ തന്നെയാണ്. സഹകരണ വകുപ്പിന് ഈ പറഞ്ഞതുപോലെ 1450 സംഘങ്ങൾ ഇനിയിപ്പം വഴി വിതരണം ചെയ്യുമ്പോൾ ആ സംഘങ്ങൾക്കൊരു വരുമാന മാർഗമായിരുന്നു. ജനങ്ങൾക്ക് കുറെ പേര് വിതരണം ചെയ്തവർക്ക് കുറെ പണം കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ സഹകരണ മേഖലയിലുള്ള ആളുകളെ സംബന്ധിച്ച് തുറന്നാൽ കൊള്ളാം എന്നൊരു അഭിപ്രായമുണ്ട്. അത് പരിമിതമായ തോതിലെങ്കിലും എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ നേരത്തെ ഡയറക്റ്റ് ആയിട്ട് അക്കൗണ്ടിൽ ചെല്ലുന്ന ഒരു കാര്യം വേണ്ട എന്ന് അങ്ങനെ ഓപ്ഷൻ ഉള്ളവർക്ക് അങ്ങനെ സ്വീകരിക്കാം. എന്നാൽ വളരെ കിടപ്പായി കിടക്കുന്ന അത് മുഖ്യമന്ത്രി തന്നെ ആ കാര്യം വ്യക്തമാക്കി. എന്ന് പറഞ്ഞാൽ പോയി വാങ്ങാനോ ATM പോയി എടുക്കാനോ ബാങ്കിലൊന്നും പോകാൻ കഴിയാത്ത ആളുകൾക്ക് വീടുകളിൽ തന്നെ എത്തിക്കാനുള്ള സംവിധാനം തുടരുമെന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ തുടരുന്നത് യഥാർത്ഥത്തിൽ ഗുണമാണ്. കുറെ പറഞ്ഞ പോലെ സംഘങ്ങൾക്ക് കുറെ സാമ്പത്തിക പ്രയോജനം കിട്ടും. കുറെ ആളുകൾക്ക് സഹകരണ മേലെ പ്രവർത്തിക്കുന്ന കുറെ ആളുകൾക്ക് ഇത് സംബന്ധിച്ചതിന്റെ പ്രയോജനം കിട്ടും. പക്ഷെ അത് ഫൗൾ പ്രൂഫായിട്ട് വേണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ അത് യഥാർത്ഥത്തിൽ അതിനൊരു പരിശോധന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ കൊടുത്തോണ്ടിരിക്കുന്ന 1450 സംഘങ്ങളെ സഹകരണ വകുപ്പ് ഐഡന്റിഫൈ ചെയ്തു. എന്റെ മുമ്പിൽ അതിന്റെ കണക്കുണ്ടായിരുന്നു, ആ ഫയലുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട മുഴുവൻ എടുത്തു നോക്കി. ഞാനതിനെ നോക്കി പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ സമ്പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ച് എലിജിബിളായ പല UDF അനുകൂല സംഘങ്ങളും ഉണ്ടായിട്ടും അവർക്കൊന്നും കൊടുക്കാതെ കൃത്യമായ ഒരു ചുവപ്പുവൽക്കരണം, ഒരു റെഡ് ബറ്റാലിയൻ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് യഥാർത്ഥത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചത്. വിതരണം നടത്താൻ വേണ്ടി പോകുന്നത് പാർട്ടിയുടെ ഏറ്റവും സജീവ പ്രവർത്തകർ. പാർട്ടി ഓഫീസ് വെച്ച് പോലും വിതരണം നടന്നു എന്നുള്ള ആക്ഷേപം നിലവിലുണ്ട്. ഇത് കൊണ്ടു കൊടുത്തിട്ട് പാർട്ടി തരുന്ന രീതിയിൽ ആളുകളോട് സംസാരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പൊ സമ്പൂർണ്ണമായും രാഷ്ട്രീയവൽക്കരിച്ച് അതിലൊട്ടും ട്രാൻസ്പെറൻസി ഇല്ലാതെ മരിച്ചവരുടെ പേരിൽ തന്നെ പെൻഷൻ വാങ്ങുന്ന പണം അധികം വരുന്ന പണം തിരിച്ച് സർക്കാരിലേക്ക് അടയ്ക്കാൻ ലാഗ് ചെയ്യിക്കുന്ന നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതുകൊണ്ടാണ് ധനകാര്യ വകുപ്പ് അത്തരമൊരു തീരുമാനമെടുത്തെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പക്ഷെ സഹകരണ വകുപ്പിന് ഇത് ശരിക്കും നടന്നിരുന്നെങ്കിൽ, ഫൗൾ പ്രൂഫായ ഒരു സിസ്റ്റം ആയിരുന്നെങ്കിൽ കൃത്യമായി സഹകരണ പ്രസ്ഥാനത്തെ വിശ്വാസത്തിലെടുത്ത് കക്ഷി രാഷ്ട്രീയം നോക്കാതെ സംഘങ്ങൾക്ക് അതിനുള്ള വിതരണത്തിനുള്ള അവകാശം കൊടുത്ത് ഏറ്റവും അർഹതയുള്ള ആളുകൾക്ക് പാർട്ടിക്കാരനെ കൊണ്ട് ഏൽപ്പിക്കാതെ കൃത്യമായി ഇത് വിതരണത്തിലൊരു സിസ്റ്റം ആയിരുന്നെങ്കിൽ അത് കേരളത്തിൽ വലിയ അപ്രീസിയേഷൻ ഉണ്ടാക്കിയേനെ. പക്ഷെ അതിനു പകരം ഉണ്ടായതെന്താണ്? സമ്പൂർണ്ണ രാഷ്ട്രീയവൽക്കരണത്തിന് വേണ്ടി തെരഞ്ഞെടുപ്പിന്റെ സമയത്തും തൊട്ടു തലേ ദിവസവും വീടുകളിൽ ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ചെന്നിട്ട് രാഷ്ട്രീയം പറയുകയും വ്യാജ പ്രചരണം നടത്താനുമൊക്കെയാണ് ഇത് വെച്ച് കഴിഞ്ഞ ഗവൺമെന്റ് ശ്രമിച്ചത്. അതിന്റെ തിരിച്ചടി പക്ഷേ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു, അതിനുള്ള തിരിച്ചടി നൽകി. UDF തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഉണ്ടായത്. സഹകരണ മന്ത്രി എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഇത് കുറെയെങ്കിലും തുടരുന്നത് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോയി പറ്റാത്തവർ ഏറ്റവും അവസരമായിരിക്കുന്ന ആളുകൾക്ക് കൊണ്ടു കൊടുക്കുന്നത് സഹകരണ മേഖലയ്ക്കും കൂടി ഗുണമാണെന്ന അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒന്ന് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട, കൃത്യമാണ്. അല്ലില്ല, ഗവൺമെന്റ് ഞാൻ എന്റെ രണ്ടു വശവും പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ ഇത് സഹകരണ മേഖലയ്ക്ക് പ്രയോജനപ്രദമായ ഒന്നായിരുന്നു. പക്ഷെ അതിനെ മോശമാക്കി കളഞ്ഞു. സർക്കാർ ഒരു തീരുമാനമെടുത്തത് കൃത്യമായും ധനകാര്യ മാനേജ്മെന്റിലൂടെ കണക്കിലെടുത്തിട്ടാണ്. കാരണം അല്ലെങ്കിൽ പണം അത്രയും വേസ്റ്റ് ആയി പോകുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാവണമെന്ന ചോദ്യത്തിന്റെ ഉള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കിടപ്പ് രോഗികൾ, ഏറ്റവും ദൗർബല്യം അനുഭവിക്കുന്നവർക്ക് കൊണ്ടുകൊടുക്കാൻ സഹകരണ മേഖലയെ കൂടി നിലനിർത്തി കൊണ്ടുപോകുന്നത് സഹകരണ പ്രസ്ഥാനത്തിനും ഗുണമാണ്, ജനങ്ങൾക്കും ഗുണമാണ്. ആശങ്കയല്ല, ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ധനകാര്യ വകുപ്പിൽ ഉൾപ്പെടെ ഞാൻ ആ കാര്യം, അത് മുഖ്യമന്ത്രി ആ കാര്യം അഡ്രസ് ചെയ്താണ് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഈ എടുത്ത തീരുമാനം ഒരിക്കലും നിലവിൽ കിടപ്പ് രോഗികൾക്കോ മറ്റുള്ളവർക്കോ ദോഷകരമാവത്തില്ല, അവർക്ക് ആ കാര്യം തുടരും എന്നാണ് പറഞ്ഞത്. അത് സഹകരണ വകുപ്പിന്റെ കൂടി ആശങ്ക കണക്കിലെടുത്താണ്.